السلام عليكم ورحمة الله تعالى وبركاته. الحمد لله رب العالمين. الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلله فلا هادي له. ونشهد أن لا إله إلا الله وحده لا شريك له وأن سيدنا وحبيبنا ومصطفانا ومنجينا وهادينا ومجتبانا محمدا صلى الله عليه وعلى آله وصحابه وأعوانه وأتباعه وأهل بيته وسلم عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. أما بعد فأوصيكم وإياي أولا بتقوى الله. اللهم رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. ما شاء الله كان وما لم يشأ لم يكن. لا حول ولا قوة إلا بك يا ذا الجلال والإكرام. اللهم كن معنا حيث كنا ولا تكن علينا يا رب العالمين. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا كونوا أنصار الله كما قال عيسى ابن مريم للحواريين من أنصاري إلى الله قال الحواريون نحن أنصار الله فآمنت طائفة من بني إسرائيل وكفرت طائفة فأيدنا الذين آمنوا على عدوهم فأصبحوا ظاهرين. صدق الله العلي العظيم. सालार कारवाहे मेरे हिजाज अपना उस नाम से है बाकी नामो निशा हमारा. न करीम की तसव्वुर न ख्याल तोरी सीना. मेरी आरज़ू मोहम्मद मेरी जुस्तजू मदीना. मैं गदा हूँ मुस्तफा हो मेरी अज़मतों ने पूछो. तुझे देख कर जहन्नम को भी आ गया पसीना. मेरी जिंदगी को चाहो मुझे ले चलो मदीना. मुझे मौत भी जो आए तो हज़ामने मदीना. സർവസമാദരണീയരായ സത്യവിശ്വാസികളെ, പണ്ഡിത ശ്രേഷ്ഠന്മാരെ, ഉസ്താദുമാരെ, ഉലമാക്കളെ, ഉമറാക്കളെ, കാരണവന്മാരെ, മാന്യരക്ഷിതാക്കളെ, വിനീതനായി എന്നെ ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന സഹോദരീ സഹോദരങ്ങളെ, ജ്യേഷ്ഠാനുജന്മാരെ, ഉമ്മപ്പന്മാരെ, ഇതര മതസ്ഥരായിരിക്കുന്ന സഹോദരങ്ങളെ, സർവാധികാരിയായ തമ്പുരാന്റെ കടാക്ഷം ഒന്നുകൊണ്ട് മാത്രം ഈ പ്രവിശാലമായ മട്ടുപ്പാവിന്റെ ചുവട്ടിൽ അല്ലാഹു സർവനാഥനായ തമ്പുരാന്റെ കടാക്ഷം കൊണ്ട് അനുഗ്രഹീതരായ അവന്റെ ഔത്സുക്യത്തിന്റെ കടാക്ഷം നിറവേറ്റി ആത്മീയതയുടെ പ്രൗഢമായിരിക്കുന്ന മണ്ഡലങ്ങളിലേക്ക്, അതിന്റെ വിധാനങ്ങളിലേക്ക് കയറിപ്പറ്റിയ ഔലിയാക്കന്മാരെ, ആ മഹാരഥന്മാരുടെ അവതാര കീർത്തനങ്ങളെ വാഴ്ത്താൻ, അതിനെ പറയാൻ, അതിനെ പുകഴ്ത്താൻ, ആ അപദാന കീർത്തനങ്ങളുടെ സ്വരരാഗസുതകളുടെ ശ്രേണിയിലൂടെ കടന്നുപോകാൻ, അങ്ങനെ ഹൃദയത്തെ തരളിതമാക്കാൻ, ആത്മീയതയുടെ നമോമണ്ഡലങ്ങളിലേക്ക് കടന്നുപോകാൻ അല്ലാഹു നമുക്കൊരവസരം പ്രദാനം ചെയ്തിരിക്കുകയാണ്. ഇതിന് കളമൊരുക്കിയതിന്റെ സംഘാടകർക്ക് സർവാധിപതിയായ തമ്പുരാൻ മൗഫറത്ത് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ എന്നാമുഖമായി ദുആ ചെയ്യാൻ ആഗ്രഹിക്കുകയാണ്. പരിശുദ്ധ റമദാൻ വസന്തോത്സവം മണ്ണിലേക്ക് വരാനിരിക്കുകയാണ്. ശഅബാനിന്റെ 15 നമ്മളോട് വിട പറഞ്ഞു പോയിരിക്കുകയാണ്. പരിശുദ്ധമായ ഒരു വാസരത്തെ നെഞ്ചേറ്റാൻ, അതിനെ ഹൃദയത്തിന്റെ തുടിപ്പ് പോലെ ഏറ്റുവാങ്ങാൻ
സത്യവിശ്വാസി കയ്യും മെയ്യും മനസ്സും ശിരസ്സും ശരീരവും അർപ്പണബോധത്തിന്റെ തത്വശാസ്ത്രത്തിന്റെ പറുദീസയിലേക്ക് കൊണ്ടുപോകാൻ വെമ്പൽ കൊണ്ട് കാത്തിരിക്കുന്ന മനസ്സുമായി ദാഹിച്ച് പരവശനായി കാത്തിരിക്കുകയാണ്. ശഅബാൻ ശഹ്റുല്ലാഹ്, റജബുൻ ശഹ്റുല്ലാഹ്, വശഅബാൻ ശഹ്രി വറമദാൻ ശഹ്റു ഉമ്മത്തി. റജബ് അല്ലാഹുവിന്റെ മാസമാണ്, ശഅബാൻ എന്റെ മാസമാണ്, പരിശുദ്ധ റമദാൻ എന്റെ സമുദായത്തിന്റെ മാസമാണ്. പുണ്യമീ വാസരം പൂക്കും മഹൽ ഗുണം, പുണ്യങ്ങളെല്ലാം തളിർത്ത സൗഗന്ധികം. പുലരിയിൽ തൊട്ടു പ്രദോഷം വരെ നല്ല പൂർണ്ണമാം നോമ്പിൻ സുഗന്ധങ്ങളേന്തിയേ. പരിശുദ്ധ റമദാനിന്റെ വസന്തം നമ്മിലേക്ക് കടന്നു വരാനിരിക്കുകയാണ്. മനസ്സും ശരീരവും എല്ലാം ഒരുപോലെ സർവാധികാരിയായ റബ്ബിന്റെ ദർബാറിലേക്ക് സമർപ്പണം ചെയ്യാൻ മനുഷ്യൻ അഹമഹമികയാ മുന്നോട്ട് വരുന്ന ഔത്സുക്യത്തിന്റെ ഒരു കാലഘട്ടമാണ് ഇനി വരാനിരിക്കുന്നത്. അപ്പൊ ഇവിടെ തന്നെ ഹൃദയപരതയോടുകൂടെ കടന്നു വരാൻ വിശ്വാസി തയ്യാറാവേണ്ടിയിരിക്കുകയാണ്. റമദാൻ വരുന്നതിന്റെ തൊട്ട് മുന്നോടിയായിട്ടുള്ള ഒരുക്കം അത് റമദാനിലായ പോലെയാണ്, നിസ്കാരത്തിന്റെ ഇന്തിളാർ നിസ്കാരത്തിലായ പോലെയാണ്. ജനം പ്രൗഢമായ സദസ്സുകൾ നമ്മളോട് ധ്വനിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരു യാഥാർത്ഥ്യം കൂടിയുണ്ട്, നമ്മൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. പുതിയ കാലഘട്ടത്തിന്റെ മലീമസമായ അസാംസ്കാരികമായ അധപ്പതനത്തിന്റെ പടുകുഴിയിലേക്ക് മനുഷ്യൻ എപ്പോഴും അതുപോലും ഒരു ക്രയവിക്രയമായി കൊണ്ടിരിക്കുന്ന വ്യവഹാരത്തിന്റെ നൂറുകൂട്ടം തിരക്കുകൾക്കിടയിൽ അഭിനവ സിദ്ധാന്തത്തിന്റെ പ്രത്യയ ശാസ്ത്രങ്ങളിലാണ് മനുഷ്യൻ കണ്ണു നട്ടുകൊണ്ടിരിക്കുന്നത്. എവിടെ നോക്കിയാലും കണ്ണു മഞ്ഞളിപ്പിച്ചുകൊണ്ടിരിക്കുന്ന കാഴ്ചയാണ്. അധാർമികതയ്ക്ക് നമ്മുടെ നാട്ടിൽ അറുതിയില്ല. നമ്മൾ കണ്ടു എൻവിറോൺമെന്റൽ ഡിസാസ്റ്റർ, യൂണിവേഴ്സൽ കലാമിറ്റീസ്. ഉത്തരാഖണ്ഡിൽ പ്രളയബാധിതമായ പ്രദേശം, ഒരിക്കലും പ്രളയം അങ്ങനെ ശക്തമായി പ്രാപിക്കാൻ സാധ്യതയില്ല എന്ന് കാലാവസ്ഥയുടെ നിരീക്ഷകന്മാർ പോലും ലോകത്തിന്റെ മുമ്പിൽ ധൈര്യപ്പെടുത്താൻ കടന്നു വന്ന പ്രദേശത്തിന്റെ ഓണം കയറാ മൂലകളിലേക്ക് പോലും പ്രളയത്തിന്റെ കടുതികൾ കടന്നു പോവുകയാണ്. കാട്ടുതീ പോലെ അത് വ്യാപിക്കുകയാണ്. പുഴ അതിന്റെ നാവിനെ നീട്ടി കടന്നു പോവുകയാണ്. നമ്മൾ ആലോചിക്കേണ്ടതുണ്ട്. അള്ളാഹുവിനോട് 2 മാസം മുമ്പ് നമ്മൾ ദുആ ചെയ്തു പോയിരുന്നു, യാ മൻ യുഗീഫുൽ മുസ്തഗീഫ് ഇല്ലം തുഗിഫ്നാ മൻ യുഗീഫ് ഫമാ ലനാ റബ്ബുൻ മുഗീഫ് സിവാക യാ റബ്ബൽ ഇബാദ്. മഴയെ ഓശാരമായി നൽകുന്ന തമ്പുരാനെ, നിന്റെ മഴയുടെ ഖജനാവ് വിശാലമാണ്. എന്നിട്ട് മഴയുടെ ഒരു തുള്ളി ലഭിക്കാതെ എത്ര വാഹനങ്ങളാണ് നമ്മുടെ സന്ധ്യാസമയങ്ങളിൽ നമ്മുടെ ഊടുവഴികളിലൂടെ കടന്നുപോയത്. ഒരിക്കൽ വെള്ളത്തിന് വേണ്ടി ദാഹിച്ച് പരവശരായി ജലത്തിലിറങ്ങേണ്ടി വന്ന കാലിക്കുടം നെഞ്ചടത്തിൽ പേറിയിട്ട് റോഡ് സൈഡുകളിൽ പൈപ്പിന്റെ മുമ്പിൽ പൊതുജല വിതരണ ടാപ്പിന്റെ മുമ്പിൽ ക്യൂ നിൽക്കുന്ന മാതാക്കളുടെ കാഴ്ച, തീരെ കാഴ്ച നമ്മൾ കഴിഞ്ഞ മാസങ്ങളിൽ കണ്ടുപോയി. എത്ര പെട്ടെന്നാണ് വിധി മാറിപ്പോയത്, എത്ര പെട്ടെന്നാണ് പ്രകൃതിയുടെ താളം മാറിപ്പോയത്. ഇന്ന ഫീ ഖൽഖിസ് സമാവാതി വൽ അർദ്, ആകാശഭൂമികളുടെ സൃഷ്ടിപ്പിലുണ്ട്. വഖ്തിലാഫിൽ ലൈലി വൻ നഹാർ, ഈ പകലും ഈ രാവും മാറി മാറി വരുന്ന പ്രകൃതിയുടെ മായാവിലാസങ്ങളിൽ അത്ഭുതങ്ങളുണ്ട്. ആരാണ് അത്ഭുതങ്ങളെ പടച്ചവൻ? ആരാണ് അത്ഭുതത്തിന്റെ സിദ്ധാന്തങ്ങളുടെ പീഠം കിട്ടിത്തന്നവൻ? ആരാണ് അത്ഭുതത്തിന്റെ പറുദീസയിലേക്ക് നമ്മളെ കൊണ്ടുപോയവൻ? ആരാണ് അത്ഭുതങ്ങളുടെ മേൽവിലാസത്തിന്റെ മട്ടുപ്പാവിന്റെ സിന്ധൂര കവാടങ്ങളെ തുറന്നു വച്ചവൻ? എല്ലാം സർവാധികാരിയായ തമ്പുരാൻ. അല്ലാഹു ബാഖി മിൻ കുല്ലി ഫാനി, എല്ലാം നശിച്ചു പോയാലും ഏതോ ഒരു ചേതോഹരമായിരിക്കുന്ന അസ്തിത്വം ഇവിടെ അവശേഷിക്കുകയാണ്. പ്രതീക്ഷയുടെ തിരുനാളം പോലെ സർവാധികാരിയായ തമ്പുരാനെ, നിന്റെ കടാക്ഷങ്ങൾ മണ്ണിലേക്ക് പെയ്തിറങ്ങിക്കൊണ്ടിരിക്കുന്ന ഈ ജലരാത്രങ്ങൾക്കിടയിലൂടെ പരിശുദ്ധ റമദാനിന്റെ വസന്തം കൂടി മണ്ണിലേക്ക് വരാനിരിക്കുകയാണ്. നമ്മൾ ആലോചിക്കേണ്ടതുണ്ട്. മണ്ണിന് പേമാരി വർഷിക്കും പോലെ കടാക്ഷത്തിന്റെ, കൈവല്യത്തിന്റെ, മോക്ഷത്തിന്റെ, അനുഗ്രഹങ്ങളുടെ ചമൽക്കാരദായകമായിരിക്കുന്ന ആരാധനാ വിശേഷങ്ങളുടെ സുവിശേഷമായിരിക്കുന്ന ചാക്രിക വലയങ്ങളിലേക്ക് ഒരു പരിശുദ്ധ വാസനം കടന്നു വരാനിരിക്കുകയാണ്. ആ റമദാൻ കടന്നു വരുന്നതിന്റെ മുന്നോടിയായി മനസ്സിനെ പാകപ്പെടുത്താൻ, ശരീരത്തെ പാകപ്പെടുത്താൻ, ചിന്താമണ്ഡലങ്ങളെ ഒന്ന് പിടിച്ചു കൊടുക്കാൻ,
അല്ലാഹുവിന്റെ ദർബാറിലേക്ക് രണ്ട് കൈയും ഉയർത്തുമ്പോൾ എന്റെ ഹൃദയം ശുദ്ധമാണോ എന്ന് പുനരന്വേഷണം നടത്താൻ അല്ലാഹുവിന്റെ മുമ്പിലേക്കുള്ള തീർത്ഥാടനമാണ് റമദാൻ. അതുകൊണ്ട് ആ റമദാനിനെ മനസ്സുകൊണ്ട് ധന്യമാക്കാൻ നമുക്ക് സമയം ലഭിക്കുകയാണ്, അതിന് ഒരുങ്ങാൻ സമയം ലഭിക്കുകയാണ്. ആ ഒരുക്കത്തെ ധന്യമാക്കലാണ് ഇത്തരത്തിലുള്ള സന്ദർഭത്തിന്റെ ഏറ്റവും വലിയ ആശയം, അതിന്റെ സന്ദേശം അതാണ്. എല്ലാം നശിച്ചു പോയില്ല, വല്ലതും ശേഷിക്കുമെന്നോ വിചാരിക്കേ എന്തെന്തികൻ കരളിലാനന്ദവും വിശ്വാസവും പുതിയ ഭാവിയുടെ തെളിവാർന്ന ജീവപ്രകാശവും. എല്ലാം നശിച്ചുപോയി എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന മനുഷ്യന്റെ മുമ്പിലേക്കും പ്രതീക്ഷയുടെ തിരുനാളം കടന്നു വരികയാണ്. പ്രതീക്ഷയുടെ തിരുനാളം പോലെ വിശ്വാസം കടന്നു വരികയാണ്. ഇനിയും മരിക്കാത്ത ഭൂമി, നിന്നാസന്ന മൃതിയിൽ നിനക്കാത്മശാന്തി. ഇതു നിന്റെ എന്റെയും ചരമ ശുശ്രൂഷയ്ക്ക് ഹൃദയത്തിൽ ഇന്നേ കുറിച്ച ഗീതം. ഒന്നു മറ്റൊന്നിനെ കൊന്നു തിന്നുന്നത് കണ്ണാലെ കണ്ടിട്ടിരുവരും കാണാതെ